ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ത്രികോണം എ ബി സി ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദുക്കൾ ഡി ഇ എഫ് എന്ന് തന്നിരിക്കുന്നു. എ ഡി എന്ന നടുവര ഇ എഫിനെ സമഭാഗം ചെയ്യുന്നുവെന്ന് തെളിയിക്കുക. കൂടാതെ ചെറിയ ത്രികോണത്തിൻ്റെയും വലിയ ത്രികോണത്തിൻ്റെയും മധ്യമകേന്ദ്രം ഒന്ന് തന്നെയാണെന്നും തെളിയിക്കണം. ബി സി എ സി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് ഡി ഇ എന്നിവ. രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയുമായിരിക്കും. ഇവിടെ ഡി ഇ എ ബിക്ക് സമാന്തരമായിരിക്കും, അതായത് ഡി ഇ എ എഫിന് സമാന്തരമായിരിക്കും. കൂടാതെ ഡി ഇ എന്നത് എ ബിയുടെ പകുതിയായ എ എഫുമായിരിക്കും. ഇതിൽ നിന്ന് എ ഇ ഡി എഫ് ഒരു സാമാന്തരികമാണെന്ന് കാണാം. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായതിനാൽ എ ഇ ഡി എഫ് ഒരു സാമാന്തരികമാണ്. സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നതിനാൽ എ ഡി ഇ എഫിനെ സമഭാഗം ചെയ്യും. ഇ എഫിൻ്റെ മധ്യബിന്ദു പി എന്നെടുത്താൽ ത്രികോണം ഡി ഇ എഫിൻ്റെ ഒരു നടുവരയായിരിക്കും എ ഡി. അതായത് എ ബി സി എന്ന വലിയ ത്രികോണത്തിൻ്റെയും ഡി ഇ എഫ് എന്ന ചെറിയ ത്രികോണത്തിൻ്റെയും നടുവരയാണ് എ ഡി. ഇതുപോലെ തന്നെ ബിയിൽ നിന്ന് എ ബി സിയുടെ ഒരു നടുവര വരച്ചാൽ ബി ഡി ഇ എഫ് ഒരു സാമാന്തരികമായിരിക്കും. സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നതിനാൽ ബി ഇ എന്ന വര എഫ് ഡിയുടെ മധ്യബിന്ദുവായ ക്യൂവിലൂടെ കടന്നുപോകും. അതായത് ബി ഇ എന്നത് എ ബി സിയുടെയും ഡി ഇ എഫിൻ്റെയും നടുവരയായി മാറുന്നു. ഇതുപോലെ തന്നെ എ ബി സിയുടെ മറ്റൊരു നടുവര സിയിൽ നിന്ന് എഫിലേക്ക് വരച്ചാൽ ഡി സി ഇ എഫ് ഒരു സാമാന്തരികമായിരിക്കും. സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നതിനാൽ സി എഫ് എന്ന വര ഡി ഇയുടെ മധ്യബിന്ദുവായ ആറിൽ കൂടി കടന്നു പോകുന്നു. അതായത് എ ബി സിയുടെയും ഡി ഇ എഫിൻ്റെയും നടുവരയായി സി എഫ് മാറുന്നു. എ ബി സി എന്ന വലിയ ത്രികോണത്തിൻ്റെ നടുവരകൾ തന്നെയാണ് അവയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ത്രികോണത്തിൻ്റെയും നടുവരകൾ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നടുവരകളെല്ലാം കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് മധ്യമകേന്ദ്രം അഥവാ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. രണ്ട് ത്രികോണങ്ങളുടെയും നടുവരകളെല്ലാം ഒന്ന് തന്നെ ആയതിനാൽ അവയുടെ മധ്യമകേന്ദ്രവും ഒന്ന് തന്നെ ആയിരിക്കും.